വഅതവജ്ജഹു ഇലൈക ബിനബീന നബി റഹ്മ, കാരുണ്യത്തിന്റെ നബിയായ ഞങ്ങളുടെ നബിയെ കൊണ്ട് നിന്നിലേക്ക് ടേൺ ചെയ്യണത്. തവസ്സുൽ മീഡിയേറ്റർ ഉപയോഗിക്കുന്നു, ഇടയാളൻ ഉപയോഗിക്കുന്നു. എന്നിട്ട് പറയണം യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക, അങ്ങേ കൊണ്ട് ഞാൻ അള്ളാഹുലേക്ക് തിരിയാണെന്ന് പറയണമെന്ന്. ഡയറക്റ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം വിളിക്കുകയാണ്. നേരിട്ട് ദുആ, തവസ്സുൽ, ഇസ്തിഗാസ. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് പഠിപ്പിക്കാണ്, സലഫാണ്. നഊദു ബില്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു സുഹൃത്ത് വലിയൊരു കബളിപ്പിക്കലാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇയാൾ ഈ സംഭവം ഉദ്ധരിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ സനത് ഇയാൾ മറച്ചു വെച്ചു. എന്തിനാണ് നിങ്ങൾ ഇതിൻ്റെ സനത് മൂടി വെച്ച് ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിച്ചത്? സലഫുകൾ ചെയ്തിട്ടുണ്ട്, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു ഹദീസ് സ്ഥിരപ്പെടണമെങ്കിൽ, ഒരു അഥർ സ്ഥിരപ്പെടണമെങ്കിൽ അതിൻ്റെ സനത് സ്വഹീഹാകണ്ടേ? അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടാണല്ലോ നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? നിങ്ങൾ ഈ കൊണ്ടുവന്ന സംഭവത്തിൻ്റെ സനത് ദുർബലമല്ലേ? സ്വീകാര്യയോഗ്യമല്ലല്ലോ. ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയുടെ മുഖദ്ദിമയായ ഹദിയുസ്സാരിയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഈ ഹദിയുസ്സാരിയിൽ ഈ പരമ്പരയിലുള്ള ഷബീബിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഷബീബിൻ്റെ റിവായത്തുകൾ സ്വീകരിക്കണമെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഷബീബിൻ്റെ റിവായത്തുകൾ സ്വീകരിക്കണമെങ്കിൽ പണ്ഡിതന്മാർ 2 ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതാണ് 2 ഉപാധി? ഒന്നാമത്തെ ഉപാധി, ഈ ഷബീബ് എന്ന് പറയുന്ന റിപ്പോർട്ടർ അതല്ലെങ്കിൽ ഈ റാവി, അദ്ദേഹം ഇമാം യൂനുസിൽ നിന്നാണ് ഹദീസ് ഉദ്ധരിക്കേണ്ടത്. ഒന്നാമത്തെ നിബന്ധന, നോട്ട് ദ പോയിന്റ്. രണ്ടാമത്തെ നിബന്ധന, ഷബീബിൽ നിന്ന് ഉദ്ധരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മകൻ അഹ്മദ് ആയിരിക്കണം. ഈ 2 നിബന്ധനകൾ ഒത്തതാണെങ്കിൽ ഷബീബിൻ്റെ ഹദീസുകൾ സ്വീകാര്യയോഗ്യമാണ്. ഇനി ഈ ഒരു സഹോദരൻ ഇവിടെ മുഅ്ജമുൽ സഗീറിൽ നിന്ന് വായിച്ചല്ലോ ഹദീസ്. ആ ഹദീസിന്റെ പരമ്പര നമുക്കൊന്ന് കാണാം. ഹദ്ദസന അബ്ദുല്ലാ ഇബ്നു വഹബിൻ അൻ ഷബീബ് ഇബ്നു സഈദിനിൽ മക്കി. കണ്ടോ, ഷബീബിൽ നിന്ന് ആരാ ഉദ്ധരിക്കുന്നത്? അബ്ദുല്ലാ ഇബ്നു വഹബാൻ. ഇബ്നു വഹബ് ഷബീബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകൾ എന്താണ്? മുൻകറായ ഹദീസുകളാണ് എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന തന്നെ പൊട്ടി. ഇനി രണ്ടാമത്തേത്, ഷബീബ് ആരിൽ നിന്നാണ് ഉദ്ധരിക്കേണ്ടത്? യൂനുസ് എന്ന് പറയുന്ന ഇമാമിൽ നിന്നാണ് ഉദ്ധരിക്കേണ്ടത്. ഇവിടെ ആരിൽ നിന്നാണ് ഉദ്ധരിച്ചത്? അൻ റൗഹിബിനുൽ ഖാസിം. റൗഹിബിനുൽ ഖാസിമിൽ നിന്നാണ് ഷബീബ് ഉദ്ധരിക്കുന്നത്. ഷബീബ് യൂനുസിൽ നിന്നല്ല ഉദ്ധരിക്കുന്നത്. അപ്പോൾ സഹോദര, നിങ്ങളിവിടെ ഉദ്ധരിച്ച ഈ സംഭവത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഈ 2 നിബന്ധനകളും നിങ്ങൾ പാലിച്ചിട്ടില്ല. അപ്പോൾ ഇത് ദുർബലമാണ് എന്ന് മാത്രമല്ല, ഇബ്നു വഹബ് ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ മനാക്കിറാണ് എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദുർബലമായ പരമ്പര കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ സലഫുകൾ ചെയ്തിട്ടുണ്ട്, സഹാബത്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രമാണമല്ലാത്തത് കൊണ്ടാണ് സലഫികൾ ഇത് അംഗീകരിക്കാത്തത്.